ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് എങ്ങോട്ടാണെന്നല്ലേ? ഞങ്ങൾ മൂകാംബികയിലോട്ടുള്ള ഒരു യാത്രയിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ 10:30ക്കാണ് ട്രെയിൻ. ഞങ്ങൾ 9:30 ആയപ്പോഴത്തേക്കിനും വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിനകത്ത് പോവുകയാണ്. അപ്പോൾ മൂകാംബിക അമ്മയെ കാണണം, കുറേ നാളുകൊണ്ടേ വിചാരിക്കുന്നതാണ്. എൻ്റെ അമ്മ ഇതുവരെ മൂകാംബികയിൽ പോയിട്ടില്ല. അപ്പോൾ അമ്മയൊന്ന് കൊണ്ടുപോയി കാണിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ മേലിലാണ് ഇപ്പോൾ ഇതിനൊരുങ്ങിയത് തന്നെ. ഏതായാലും ഞങ്ങൾക്കും ഒന്ന് പോയി കാണാമല്ലോ. അമ്മയെ പോയി കണ്ട് തൊഴുന്ന ഒരു സൗഭാഗ്യം ഒന്ന് വേറെയാണ്. പിന്നെ കേശുക്കുട്ടനെ അവിടെ എഴുത്തിനിരുത്തണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കൊല്ലത്ത് സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടുന്ന് 10:30ക്കാണ് ട്രെയിൻ. അപ്പോൾ അങ്ങനെയാണ് പോകാൻ തീരുമാനം. നേത്രാവതി എക്സ്പ്രസ് ആയിരുന്നു. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷനൊന്നും ഇപ്പോൾ ഭയങ്കര പുരോഗതിയായിട്ടുണ്ട് കേട്ടോ. പാർക്കിംഗ് ഏരിയയൊക്കെ ഉണ്ട്. ഇതാണ്ട് മണിമേട, കൊല്ലം മണിമേടയാണിത്. കൊല്ലത്തിൻ്റെ ഹൃദയഭാഗമാണ് ഇത്. പിന്നെ പാർക്കിംഗ് ഏരിയ, കൊല്ലം റെയിൽവേയുടെ പാർക്കിംഗ് ഏരിയ ആണിത്. കണ്ടോ, ഇത്രയും വലിയൊരു കെട്ടിടമാണ് പാർക്കിംഗ് ഏരിയ ആയിട്ട് എടുത്തേക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു റെയിൽവേ സ്റ്റേഷനാക്കി മാറ്റുകയാണ് കൊല്ലം സ്റ്റേഷൻ. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സ്റ്റേഷനാക്കി മാറ്റുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ കൊല്ലമാണെന്ന് പറയാം. അതിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കറക്റ്റ് ആ കയറുന്ന ഭാഗത്ത് നമുക്ക് മുൻപൊക്കെ അവിടെ കയറുന്ന ഭാഗത്ത് നമുക്ക് സ്മൂത്തായിട്ട് കയറിപ്പോമായിരുന്നു. ഇപ്പോൾ അങ്ങനെ പറ്റത്തില്ല, അവിടെ അടച്ചിട്ടേക്കുവാണ്. ഇപ്പം ഞങ്ങൾ ബാക്ക് സൈഡിൽ സ്റ്റെപ്പുണ്ട്, ആ സൈഡിൽ കൂടെ വേണം കയറിപ്പോകാൻ. കേശു ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ. കേശു പറയുന്നത്, അമ്മ ലഗേജൊന്നും പിടിക്കണ്ട, ഞാൻ പിടിച്ചോളാം, അമ്മ ഒന്നും നോക്കണ്ട, അമ്മ ഇങ്ങ് പോരെ, എൻ്റെ പുറകിന് പോരെ എന്നാണ് പറയുന്നത്. അപ്പോൾ കേശുക്കുട്ടനും അമ്മമ്മയും മുന്നേ പോവുകയാണ്. കേശു ഭയങ്കര ത്രില്ലിലാണ്. എവിടെ വേണമെങ്കിലും യാത്രയ്ക്ക് മുന്നേ നിൽക്കുമോ കേശു. അപ്പോൾ ചേച്ചിയെ കണ്ടില്ല, ഉളിയക്കൊല്ല ചേച്ചിയൊക്കെ എവിടെ നിൽക്കുന്നതെന്ന് അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ നോക്കി നോക്കി പോവുകയാണ് കേട്ടോ. അപ്പോൾ കേശുവിനെയും അമ്മമ്മയും കൂടെ ഒക്കെ ഇരുത്തി ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ പിടിച്ചു. അപ്പോൾ ചേച്ചി ഇതുവരെയും കണ്ടില്ല. ചേച്ചി വന്ന് അവിടെ എവിടെയും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വിളിച്ചു. അപ്പോൾ ചേച്ചി അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ട്രെയിൻ വന്നു കേട്ടോ. ഞങ്ങളുടെ ട്രെയിൻ കറക്റ്റ് 10:20 തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എ സിക്കകത്താണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഈ ചൂട് ഉണ്ടായതുകൊണ്ട് നമുക്ക് അതിനകത്ത് കയറിയിരുന്നുകൊണ്ട് നമുക്ക് വലിയ മുഷിച്ചിലില്ല. ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്തുള്ള ഒരു ഫാമിലിയെ ഞങ്ങൾക്ക് കിട്ടി. അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നു. അപ്പോൾ അവർക്ക് മുംബൈക്ക് പോകാനാണ്. അവർ മുൻപേ സെറ്റിൽഡാണ്. ഇവിടെ ട്രിവാൻഡ്രത്ത് ശാസ്തമംഗലത്ത് അവരുടെ വീടുണ്ട്. അവർ 2-3 മാസം വേറെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് വന്ന്, അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ. ഞങ്ങളെയൊക്കെ പോലെ ഉള്ള ഒരു ഫാമിലി ആയിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ അവരുമായിട്ട് കമ്പനിയായി. അങ്ങനെ ഞങ്ങൾ അവരുമായിട്ട് കുറേ ഈ കേശുവിൻ്റെയൊക്കെ കാര്യങ്ങളും ഇതെല്ലാം കണ്ടവർക്ക് വലിയ സന്തോഷമായി കേട്ടോ. ഈ കാണുന്നത് എന്താണെന്നറിയാമോ? പെരുമൺ ട്രാജഡി നടന്ന സ്ഥലമാണ്. പെരുമൺ ദുരന്തം നടന്ന കായലാണ് ഈ കായൽ. ഇവിടെ വെച്ചാണ് പെരുമൺ ട്രാജഡി നടന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് ആളുകൾ മരിക്കാനിടയായ സംഭവത്തിൽ ഉള്ള ഒരു പാലമാണ് ആ കാണിച്ച പാലം. പിന്നെ ഞങ്ങൾ പുറത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കും. ഞാനും കേശുവും വിൻഡോ സീറ്റിലാണ് ഇരുന്നത്. പിന്നെ മാറിയും തിരിഞ്ഞുമൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ ഇരിക്കാം. പിന്നെ കുറേ അങ്ങ് എറണാകുളത്ത് ഒക്കെ എത്താറായപ്പോഴത്തേക്കിനും ഐശ്വര്യയൊക്കെ കയറി. ആലുവയിൽ ഐശ്വര്യ കയറി. പിന്നെ കേശുവിന് കയറിയപ്പോൾ തൊട്ടേ അങ്ങ് വിശക്കുന്നു. കേശു അങ്ങനെ സ്നാക്സൊക്കെ മേടിച്ച് കഴിക്കാൻ തുടങ്ങി. കുഞ്ഞാമ്മയും ഐശ്വര്യമൊക്കെ കയറിയപ്പോഴത്തേക്കിന് കുഞ്ഞാമ്മയും കൊണ്ട് കേശു ഇരിക്കുക കേട്ടോ. അങ്ങനെ അവർ പിന്നെ കളിയായി. പിന്നെ ഞങ്ങൾ രാത്രി 1:20 ഞങ്ങൾ ബൈന്ദൂർ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇവിടുന്ന് ഒരു പിന്നെ ബൈന്ദൂരിൽ നിന്ന് 1500 രൂപ ടാക്സി കൊടുത്ത് നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിൽ ചെല്ലണം. അപ്പോൾ അതാണ്ട് കേശു അവിടെ ഇറങ്ങിയിട്ട് വീണ്ടും ലഗേജുമായിട്ട് പോവുക കേട്ടോ. നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ചെല്ലുന്ന ഉടനെ ടാക്സിക്കാർ ഇഷ്ടം പോലുണ്ട്. അവർ നമ്മളെ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കൊണ്ടാക്കും. അങ്ങനെ ഞങ്ങൾ ദാണ്ട മൂകാംബിക ക്ഷേത്രത്തിൽ രാത്രി ഒരു വെളുപ്പാങ്കാലത്ത് ഒരു 3:30 ഞങ്ങൾ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്ന് ഞങ്ങൾ റൂമുണ്ടായിരുന്നു. റൂമൊക്കെ എടുത്ത് ഞങ്ങൾ കുളിച്ച് ഫ്രഷായി. ഞങ്ങൾ രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ച് വന്നു. ക്ഷേത്രത്തിനകത്ത് കയറുന്നതിന് മുമ്പ് തന്നെ
നല്ലൊരു കാഴ്ച. 2 പശു, ഒരു തള്ള പശു, ഒരു കുഞ്ഞി പശു നിൽപ്പുണ്ടായിരുന്നു. അപ്പം കേശുവും മോളും കുഞ്ഞാമിയും അതിനെയൊക്കെ ഒന്ന് തൊടിയേം തലോടിയൊക്കെ ചെയ്ത് ഞങ്ങളെല്ലാവരും ചെയ്തു. നല്ല ഐശ്വര്യമുള്ള 2 പശുക്കൾ കേട്ടോ. നല്ല രസമുണ്ട്. നമ്മളുമായിട്ടങ്ങ് വലിയ നമ്മളിങ്ങനെ തടവുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കേശുവും കുഞ്ഞാമിയൊക്കെ തടവി. പിന്നെ ഞങ്ങൾ ഗണപതിയെ വന്ദിച്ചിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്നത്. ഗണപതിയെ തൊഴാൻ പോകുന്നതിന് മുമ്പ് ഗണപതിക്ക് പൂക്കൾ വാങ്ങിച്ച് അവിടെ കൊടുത്ത് തൊഴുതതിന് ശേഷമാണ് ഞങ്ങൾ അകത്ത് കയറുന്നത്. കേശുവിന് വാങ്ങിച്ചു കൊടുത്തു ഒരു താലം. പിന്നെ ഞങ്ങൾ നേരെ മൂകാംബിക ക്ഷേത്രത്തിനകത്തേക്ക് താലമൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പം മൂകാംബിക ക്ഷേത്രത്തിനകത്തുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. ഈ ക്യൂവിനകത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. എല്ലാവരും ഒരു നോക്ക് അമ്മയെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന, ക്ഷമയോട് കാത്തു നിൽക്കുന്ന ജനങ്ങളാണിതെല്ലാം. കൂടുതലും മലയാളികളാണ് കേട്ടോ ഇവിടെ. വെള്ളമൊക്കെ ശരിക്കും വെള്ളമൊക്കെ നമുക്ക് തരുന്നുണ്ട്, കുടിവെള്ളം. അങ്ങനെ ആ ക്യൂവിനകത്ത് നിൽക്കുമ്പോൾ ദേവിയെ എഴുന്നള്ളിച്ച് കൊണ്ടുപോവുകയാണ് കേട്ടോ. കണ്ടില്ലേ, ശീവേലിയാണെന്ന് തോന്നുന്നു. കണ്ടോ, ദേവിയെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അന്നേരം തന്നെ ദേവി, അപ്പോൾ കുറേ സമയത്തേക്ക് ക്ഷേത്രം അടച്ചിട്ടേക്കത്തേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ആ ക്യൂവിനകത്ത് നിൽക്കുവാണ്. അപ്പോൾ ഇതെല്ലാം കഴിയാതെ അമ്പലം തുറക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ്. പിന്നെ കേശുവിനെ എഴുത്തിനിരുത്തിയായിരുന്നേ. അപ്പോൾ കേശുക്കുട്ടൻ എഴുതാനിരുന്ന് ഞങ്ങൾ എഴുതിച്ചു. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേശുവിനെ കൊണ്ട് ഇങ്ങനെ എഴുതിപ്പിക്കുന്നത്. അങ്ങനെ വീണ്ടും താണ്ട പശുക്കുട്ടിയെടുത്ത് വന്നു. 2 പേരും കൂടെ പശുക്കുട്ടിയായിട്ട് കളിക്കുവാണ്. കേശു മാമനും കുഞ്ഞാമിയും. കേശു മാമനാണ് കേട്ടോ. കുഞ്ഞാമിയാണ് കേശുവിൻ്റെ കയ്യിലിരിക്കുന്നത്, ഐശ്വര്യയുടെ മോള്. അവക്കാണെങ്കിൽ അവനങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്കിനങ്ങ് ഞെരുവിരി, അവനറിയത്തില്ലല്ലോ എടുക്കാൻ. മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് പോർഷനാണിത്. ഏതായാലും നല്ലൊരു ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഞങ്ങൾ പോയിട്ട് വന്നതിന് ശേഷവും പോയപ്പോഴും എല്ലാം. നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും കേട്ടോ. എല്ലാവരും പോകാൻ പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും പോകണം. പോയി മൂകാംബിക ദേവിയെ കാണണം എന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ എനിക്ക് 2-3 ദിവസം ലീവ് തന്ന എൻ്റെ സാറിനും മഞ്ജു മാഡത്തിനും എല്ലാം, അവർ നല്ല മനസ്സോടുകൂടി പോകാൻ പറഞ്ഞു. അപ്പം അവർക്ക് നല്ലത് പിന്നെ